യെസ്. ഇരിക്കൂ. മിസ്റ്റർ സേകരൻ സർക്കിളായിട്ട് എത്ര വർഷമായി? 3 വർഷമായി. ദാറ്റ് ഈസ് ടു ലെസ് ആൻ എക്സ്പീരിയൻസ് ഫോർ എ ബിഗ് സിറ്റി ലൈക്ക് ദിസ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഷൊർണൂരായിരുന്നു. ഓ, ഇറ്റ്സ് എ വില്ലേജ്. ഞാൻ മുസൂറിൽ IPS ട്രെയിനിങ് കഴിഞ്ഞ് കോഴിക്കോട് ആദ്യമായി ചാർജ് എടുക്കാൻ പോയപ്പോൾ ഷൊർണൂർ TVയിൽ ഒരു രാത്രി തങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് എ ലവ്ലി പ്ലേസ്. സാർ അവിടെ ഒരു രാത്രി താമസിച്ച കാര്യം വാച്ച്മാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. മാരീഡ് ആണോ? യെസ് സർ. കുട്ടികൾ എത്രയുണ്ട്? ഒരു കുട്ടിയുണ്ട്. വൈഫ് എംപ്ലോയിഡ് ആണോ? അല്ല. ഏതുവരെ പഠിച്ചു? BA. വൈഫിന്റെ കാര്യമാണ് ചോദിച്ചത്. അവൾ MA ആണ്. ലൂസി അമ്മയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? വീട്ടിൽ കൊച്ചിനെ നോക്കാൻ കൊള്ളാം. അല്ല, അവക്കൊരു ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ലൂസിയുടെ അപ്പൻ മൾട്ടി മില്ലണയറാണ്. കേട്ടിട്ടില്ലേ? പണാലിക്ക് മാത്തു. കേട്ടിട്ടുണ്ട്. എങ്ങനെ? സാറിപ്പോൾ പറഞ്ഞപ്പോൾ. താമസത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിപ്പം പോലീസ് ക്ലബിലെ താമസം. ഒരു വീട് നോക്കുന്നുണ്ട്. കിട്ടിയ ഫാമിലിയെ കൊണ്ടുവരും. പല പ്രഗത്ഭ CIമാരെയും മുട്ടുകുത്തിച്ച് കസേരയിലാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ആ ഇരിപ്പ് അത്ര സുഖമുള്ളതായിരിക്കില്ല. അത് മറക്കണ്ട. ഓൾ ദ ബെസ്റ്റ്. ചെല്ലെ കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 2 വീടുണ്ട്. ഒന്ന് അമ്പലത്തിൻ്റെ അടുത്ത്. കൊള്ളാം, നല്ല സൗകര്യം. 2 ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡ്. നല്ല ഏരിയ. മുറ്റത്ത് ജീപ്പൊക്കെ കയറിയിട്ടാണ്. നല്ല സൗകര്യമുണ്ട്. വാടകയും കുറവ്. എന്നാ നോക്കാം. പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പോലീസുകാർക്ക് കൊടുക്കൂല. പിന്നെ വേറൊരു വീടുണ്ട് ജനതാ റോട്ടിൽ. മറ്റേതിനേക്കാൾ ബെസ്റ്റ്. മുറികൾക്കൊക്കെ ഇതിനേക്കാൾ വലുപ്പം. മുറ്റത്ത് ഗാർഡൻ, സൈഡിൽ കാർ ഷെഡ്. പിന്നെ എന്താ, മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. അത് സാരമില്ല, ജീപ്പ് ഉണ്ടല്ലോ. പക്ഷെ അതിനുണ്ട് ചെറിയൊരു പ്രശ്നം, പോലീസുകാർക്കും വക്കീൽമാർക്കും കൊടുക്കൂല. ഇത് പറയാനാണോ 2 ദിവസത്തെ ഡ്യൂട്ടിയും കളഞ്ഞിട്ട് താൻ നടന്നേ? അതുകൊണ്ട് പ്രശ്നമില്ല. വേറൊരു വീട് കണ്ടിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇനി താൻ അന്വേഷിക്കണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അപ്സ്റ്റെയർ അല്ല. എന്റെ പേര് ഉണ്ണിയായർ, PC-യാ. അവനെവിടെ ശേഖരൻകുട്ടി? കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയതാ. ഓ, അപ്പൊ കളക്ടർമാർക്ക് അവൻ ആവശ്യമായി തുടങ്ങി. അമ്മാവനെയും കൂട്ടി വരുന്നു പറഞ്ഞുകൊണ്ട് കാലത്തെ മുതൽ ഞാൻ താക്കോലായിട്ട് കാത്തു നിൽക്കുക. അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. മതി 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 മതി. ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് ഇറക്കി വെക്ക്. കുഞ്ഞിനെ ഞാൻ പിടിക്കാം. വേണ്ട. സാറിന്റെ തനി ചായ തന്നെ. വലുതാവും അച്ഛനെ പോലെ തന്നെ വലിയ ഓഫീസർ ആവണം കേട്ടോ മോൻ. മോനല്ല, മോളാ. ഇനി ആയാലെന്താ, ഇപ്പൊ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളല്ലേ. PC, ഇതാ താക്കോല്. തന്റെ പേരെന്താന്നാ പറഞ്ഞു? ഉണ്ണി നായർ. ഇതിനെന്താ വാടക? വാടകയല്ല പ്രശ്നം, സംഗതി കിട്ടണ്ടേ. ഇത് തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ. ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ വളരെ അടുത്ത്, നല്ല വെള്ളം, കാറ്റ്, വെളിച്ചം ഇഷ്ടം പോലെ. പക്ഷെ തന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും. അത് പിന്നെ പറയാനുണ്ടോ, ഏത് സർക്കിളിന്റെ വീട്ടിലും വിശ്വസ്തനായ PC-ന്റെ ഒരു കണ്ണുണ്ടാവും. കാര്യം ഞാൻ അവന്റെ ഭാര്യയുടെ അമ്മാവനാണെങ്കിലും എന്നെ തൂറോളം പേടിയാ. ഞാനും കൂടി ഇവിടെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്കത് പറ്റുമോ? അതുകൊണ്ട് താൻ പോയി ഇത്തിരി മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്. വാസനെ പോലെ മേടിക്കാൻ മറക്കരുത്. അതാ വന്നല്ലോ. എന്താ ശേഖരൻകുട്ടി ഇത്ര വൈകിയത്? ഇവരൊക്കെ എത്ര നേരമായി വന്ന് കാത്തു നിൽക്കണു? ഇവരൊക്കെ ആരാന്നറിയാമോ? ആരാ? പറഞ്ഞതുപോലെ സാറ് വരുന്നു പരിചയപ്പെട്ടില്ലോ. ഇത് അലക്സാണ്ടർ മാഷ്. കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പക്ഷെ തോറ്റുപോയി. ഞാൻ ഫ്രൂട്ട് മെർച്ചൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടേ? അല്ല, സാറിനെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. ഇതൊക്കെ മാഷ് കൊണ്ടുവന്നാ. നിന്നെ ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ, അപ്പൊ അവരുടെ ഒരു സന്തോഷം.
ഇതൊക്കെ ഇവിടെ വച്ചിട്ട് പോക്കോളാം ഞാൻ പറഞ്ഞതാ. പക്ഷെ നീ വന്നിട്ടേ പോകുള്ളൂ എന്ന് നിർബന്ധം. സുലൈമാൻ സാറായിരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാറേ ഇല്ല. നിങ്ങളാരാ? ഞാൻ പെട്ടിക്കട ഓണേഴ്സ് അസോസിയേഷന്റെ ആളാ. പറയാനുള്ള എന്താന്ന് വെച്ചൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട്. എടുക്കാൻ മേലാൽ ഈ വക വേഷം കെട്ടുമായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാഷെ, ഈ കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചേക്ക്. പോകുന്ന നോക്കി ഞാൻ ഇറക്കി തരാം. വെറുതെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ആ, നിനക്ക് അറിഞ്ഞൂടാ. വീട് തേടി വന്ന മഹാലക്ഷ്മിയെ അടിച്ചിറക്കിയത്. ഒരാൾക്ക് നന്നാവാൻ ദൈവം ഒരവസരത്തിൽ കൂടുതൽ തരില്ല. ആ കാര്യം മറക്കണ്ട. ബഡ്ജറ്റിൽ ഇപ്പോ സിഗരറ്റിനൊക്കെ വില കൂടിയല്ലേ ശേഖര? ആ, അറിഞ്ഞൂടാ. നിനക്കിപ്പോ ഡ്യൂട്ടി പകല് മാത്രമേ ഉള്ളൂ അതോ ഷിഫ്റ്റ് ആണോ? പോലീസുകാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ അമ്മാവ? ഓ, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. നാളെ വൈകുന്നേരം 5:30 വണ്ടിക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട. അടുത്ത ഞായറാഴ്ച ഗോവിനാര് വരണുണ്ടല്ലോ ഒരു കല്യാണത്തിന്. അയാൾ പോകുമ്പോ അയാളുടെ കാറിൽ അങ്ങോട്ട് പോയ വണ്ടിക്കൂലി ലാഭമായല്ലോ. ഇതെന്ത് സേട്ടാ മോനെ? വിൽസ. വിൽസ്. ആ. ഓ, ഞാനങ്ങനെ സിഗരറ്റൊന്നും വലിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും. കയ്യിരുന്നോട്ട്. നല്ല സ്നേഹമുള്ളവനാ. എന്റെ കമ്മീഷണറോട് നീ ഒരു MA കാരിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതെന്തിനാ എന്നെ എമ്മേക്കാരിയാക്കിയത്? ചുമ്മാ. അയാൾ ഒരു ശുംഭനാണെന്നാ തോന്നുന്നത്. ചാർജ് എടുത്തപ്പോഴേക്കും തുടങ്ങിയോ? അല്ല, അയാൾ എന്നോട് പറയാ ഞാനിരുന്ന കസേരയെ വേറെ ഒരുപാട് പേരിരുന്ന് ഒടിഞ്ഞുകുത്തി വീണതാണെന്ന്. ഏതായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ സിറ്റി ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിറ്റി ക്ലീനാക്കലൊക്കെ കോർപ്പറേഷൻകാരായിക്കോളൂ. കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ന് വിടുവോ? പിന്നെ വിടാതെന്ത് ചെയ്യാൻ? അതിപ്പോ ഏത് പുതിയ CI വന്ന് ചാർജ് എടുത്താലും ഉണ്ടാവും ഇങ്ങനെ കുറെ വിരട്ടലുകളൊക്കെ. കൈ കിട്ടുവാനൊക്കെ പിടിച്ചോണ്ട് പോകും. എണ്ണം തയ്ക്കണ്ടേ? സുലൈമാൻ സാറ് ചാർജ് എടുത്തപ്പോഴും ഉണ്ടായതാ ഇതുപോലെയൊക്കെ. അയ്യോ, എന്തൊരു കൊതുക്. എങ്ങനെയുണ്ടാ അതിന്റെ കഞ്ചാവ് ബിസിനസ്? ഓ, അതിപ്പോ സായിപ്പന്മാരടുത്ത് ഒരടവും നടക്കൂല. നാട്ടുകാരാണെങ്കിൽ കാശും തരൂല. ആ, ഒരു സൈഡിലേക്ക് മാറിയേക്ക്. മാറിക്കടാ. എന്നാൽ രാത്രി തപ്പിയെടുത്താണ് സാർ. ഇവൻ പോക്കറ്റ് അടിക്കാരനാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചാ. ഇവന്റെ തൊഴിൽ കഞ്ചാവ് കച്ചവടമാണ് സാറേ. അയ്യോ സാറേ, എനിക്കൊരു കച്ചവടവും ഇല്ല. ഇവിടെടാ. ഇവൻ ഒരു ഡാഫറാ. 2 ഹിന്ദിക്കാരെ പറ്റിക്കാൻ നേരത്തെ പിടിച്ചതാണ്. ഒന്ന് 100 നിൽക്കടാ. പേരെന്താ? മനോജ്. എന്ത് ചെയ്യുന്നു? BA പഠിക്കുന്നു. ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത്? കഞ്ചാവ് അടിച്ച് ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കിയാണ് സാർ. അതെന്റെ കൂട്ടുകാർ പറ്റിച്ച സാറേ. എനിക്കത് ശീലമില്ലാത്ത. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സാർ. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണം സാർ. 2 ദിവസത്തിനുള്ളിൽ. പറയുന്ന കേട്ടാ മതി. യെസ് സാർ. ഹലോ, സ്പീക്കിംഗ്. തിയേറ്ററിനകത്തോ? നിങ്ങളാരാ? ഞാൻ തിയേറ്ററിന്റെ മാനേജരാ. അവരെവിടെ? പാടോ. കൊറേ നേരമായി ശല്യം തുടങ്ങിയിട്ട്. ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. തെമ്മാടിത്തരം കാണിക്കാൻ കോളേജ് സ്റ്റുഡൻസിന് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിലേ വാറണ്ട് വേണം. അതുണ്ടോ? ആ, ഉണ്ട്. കാണണോ? ആ, വേണം. എന്റെ ഫ്രണ്ട്സ് ആണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ? കൊള്ളാം. മേയറുടെ മകന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോഴാ ഇടിയുടെ എണ്ണവും ശക്തിയും കൂടിയത്. സജി, അയാളെ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാൻ വിടരുത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആരാ? ദൈവോ? ദേ, എല്ലാരോടും കളിക്കുന്ന പോലെ അയാളോട് കളിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയതായി ചാർജ് എടുത്തതിന്റെ ചൂടാ. ഞാൻ അപ്പഴേ പറഞ്ഞ തിയേറ്റർ കയറി അലമ്പുണ്ടാക്കരുതെന്ന്. നീ ഒന്ന് ചുമ്മാ. ഈ നാട്ടില് ചുണയുള്ള ആൺകുട്ടികളുണ്ടെന്ന് അയാളൊന്ന് മനസ്സിലാക്കണം. അളിയാ, നമുക്കിതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ.
ബുള്ളറ്റ് ഉണ്ട്. ഇയാളെല്ലാം ആശുപത്രിയിലാക്കും. വണ്ടിയുടെ എന്താ ഇൻസ്പെക്ടർ? ഇപ്പൊ ഈ റോഡിൽ പോയതാരാ? ഒന്നെന്റെ മകനാ, മറ്റവന്റെ കൂട്ടുകാരനും. എന്താ എനിക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കണം. കാര്യം? എന്താ? എന്റെ കൂടെ ഉണ്ടായിരുന്ന SI-യുടെ മുഖത്ത് അവർ തിളച്ച വെള്ളം ഒഴിച്ചു. മുഖം പുള്ളി അയാളെ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുക. എനിക്ക് അവരെ കിട്ടണം. നിൽക്കണം സാർ, മേയറുടെ മകനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ചെയ്ത കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ. ശരിയാണ്, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. യു ക്യാൻ പ്രൊസീഡ്. സജി, എനിക്ക് പോവുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമ്മുടെ സിറ്റി ഒന്ന് തെളിയും. എന്റെ അതേ സ്വഭാവമാണ് CIക്ക്. മര്യാദക്കാരോട് മര്യാദ, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നല്ല കോള്. ഇതിനേക്കാൾ വലിയ നരികളെ കയ്യിലെടുത്തിട്ടുള്ളവനല്ലേ കൃഷ്ണേട്ടൻ. വന്നു എന്നാ തോന്നണേ. നമസ്കാരം. എന്റെ പേര് കൃഷ്ണൻ. അമ്പലക്കാട് കൃഷ്ണൻ, ധ്വനി പത്രത്തിന്റെ ഉടമസ്ഥൻ. കേട്ട് കാണും. ഇല്ല. വലിയ മുതലാളിയാ. പത്രം കൂടാതെ അബ്കാരി ബിസിനസ് ഉണ്ട്, ധാരാളം എസ്റ്റേറ്റും ഉണ്ട്. പത്രം സത്യം പറഞ്ഞാൽ നഷ്ടത്തിലാ ഓടുന്നത്. പക്ഷേ മറ്റ് ബിസിനസ്സുകളുടെ വിജയത്തിന് ഇതൊരു ആവശ്യമാണ്. വന്ന കാര്യം പറഞ്ഞില്ല. സാധാരണ കമ്മീഷണർ റാങ്കിൽ കുറഞ്ഞവരൊക്കെ എന്നെ അങ്ങോട്ട് വന്ന് കാണാറാ പതിവ്. ആ പതിവ് തെറ്റിച്ച് ഞാൻ മിസ്റ്റർ ശ്രീധരനല്ല, ശേഖരൻ. ശേഖരനെ കാണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശേഖരന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണമല്ലോ. അത് ശരിയാ. ഇന്ന് വരെ ഒരാളെ കാണാൻ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നത് എന്തിനാണെന്ന് പറയൂ. മേയറുടെ മകനെ ഇന്നലെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു. ഈ ചങ്കൂറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് അഭിനന്ദിക്കാനാ ഞാൻ വന്നത്. അഭിനന്ദിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അവരെ വിട്ടോ? പിന്നെ ഇന്നലെ രാത്രി തന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? എന്റെ റിപ്പോർട്ട് വന്നു ശ്രീധരനെ. ശേഖരൻ. ശേഖരനെ കാണും. ഒരു ഇന്റർവ്യൂ കൊടുക്കണം. നഗരത്തെ നടുക്കിയ സിംഹം. തലക്കെട്ട് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊള്ളാം. ഉഗ്രൻ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. തനിക്കൂടെ എന്താ കാര്യം? പിന്നെ പോണം. കുറെ പടങ്ങളും വേണം, പല പോസുകളിൽ. സോറി, എനിക്ക് പബ്ലിസിറ്റിയിലും മറ്റും തീരെ താല്പര്യമില്ല. വേണ്ട, പക്ഷേ ഞങ്ങളോട് സഹകരിക്കാമല്ലോ. എങ്ങനെ? ഇന്നലത്തെ സംഭവം പോലെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആദ്യം ഞങ്ങൾ വിവരറിയിക്കും. പകരം തിരിച്ചല ഉപകാരങ്ങൾ എനിക്കും ചെയ്യാൻ സാധിക്കും. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ സംസാരിച്ചു തീർന്നില്ല. എനിക്ക് കേട്ടിരിക്കാൻ സമയമില്ല. അമ്പലക്കാട് കൃഷ്ണനോട് ആരും ഇതുവരെ എങ്ങനെ പെരുമാറിയിട്ടില്ല. നന്നായി. ആദ്യമായിട്ട് ഇങ്ങനെ പെരുമാറിയതിന്റെ ക്രെഡിറ്റ് എനിക്കായിക്കോട്ടെ. ഹലോ, CI ഹിയർ. റവന്യൂ ഇന്റലിജൻസിന്നോ? എന്താ സർ? റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ വിളിച്ചിരുന്നു. JK ജോലീസ് റെഡി ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടണം. ഇപ്പൊ ആരും പറയണ്ട സാർ. ഓക്കെ. I am Shankar. Come on. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ റെയ്ഡിന് വന്നതാണ്. ക്ഷമിക്കണം, ഒരു ചെറിയ അസൗകര്യമുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഷട്ടർ ഇട്ടേക്കാൻ പറയും. യെസ് സർ. ഒന്ന് പുറത്തിറങ്ങി വേഗം പ്ലീസ്. ആ ഷട്ടർ ഇട. മിസ്റ്റർ തോമസ്, എവിടെയാ നിങ്ങളുടെ സ്റ്റോർ റൂം? അകത്താണ് സർ. വരും. റെയ്ഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ പുറത്തുനിന്ന് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ വാർണിംഗ്. കമാ.
എവിടെ സ്റ്റോക്ക് രജിസ്റ്റർ? പ്ലീസ് വെരിഫൈ ദ സ്റ്റോക്ക്. സെയിൽസ്മാൻമാരോട് കൃത്യമായി തൂക്കി അളവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറയൂ. ആരാണെങ്കിലും റോങ് നമ്പർ ആണെന്ന് പറയൂ. ഹലോ, റോങ് നമ്പർ. ആ, എടുത്തോ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. ശേഖർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എൻ്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തോളൂ. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറി. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ. ഏതായാലും ഇവിടം വരെ എത്തിച്ചു. ഇനി ആ റവന്യൂ ഇൻസ്പെക്ടറുടെ സൈനോടെ കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. അതുണ്ടല്ലോ. എത്തിയിട്ടില്ല, ഇപ്പൊ വരും. സാറിരിക്കേ. വാ. യെസ്, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ. ഞാനാണ്. എന്താ വേണ്ടത്? അല്ല, ഇവിടെ വേറെ ശങ്കർ. നോ, ആ പേരിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ സ്വർണ്ണക്കടയിൽ റെയ്ഡ് ചെയ്യാൻ വന്നത്? സ്വർണ്ണക്കടയോ? ആര് റെയ്ഡ് ചെയ്തു? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വല്ല സ്വപ്നം കണ്ടതാണോ അതോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയോ? പോകുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ല? ഞാനിങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ സാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സർ. പട്ടാപ്പകൽ ഒരു പറ്റം പോലീസുകാരെ പമ്പര വിഡ്ഢികളാക്കി ഒരു വിദ്വാൻ സ്വർണ്ണക്കട കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെടോ? തിരുവനന്തപുരത്തിരിക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? താൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്റെ കയ്യിലുണ്ടോ? പിന്നെ ഏത് പൊത്തിച്ചെന്നാടോ അയാളെ കണ്ടുപിടിക്കുന്നത്? താൻ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ. അയാളെ കണ്ടുപിടിക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ്. മനസ്സിലായോടോ ഇഡിയറ്റ്? യെസ്, സ്പീക്കിംഗ്. ബി ഓൺ ദ ലൈൻ. യു മേ ഗോ. ഹലോ. വെയിറ്റ്. ചാർജ് എടുത്തപ്പോൾ തന്നെ നഗരത്തെ കിടുകിട ഉറപ്പിച്ച സമർത്ഥനായ ഇൻസ്പെക്ടർക്ക് പറ്റിയ ആന മണ്ടത്തരം നാട്ടുകാരും പത്രക്കാരും അറിഞ്ഞോടും. നടന്ന നാണക്കേടേ ഈ 4 ജോലികൾ അറിഞ്ഞാൽ മതി. കൂടെ വന്ന എബിമാരോട് പറഞ്ഞേരെ, കാണുന്നവരോടൊന്നും വിളിച്ച് പറയണ്ടെന്ന്. ഇന്നലെ അങ്ങടെ ലൂസി പറഞ്ഞ തന്നെ പോലെയുള്ളവർക്ക് ആരംഭസൂര്യത്തെ ഉണ്ടാവുമെന്ന്. ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുക? സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ. അത് സത്യ. ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുക. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ? എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകിയമ്മേ. ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം. എന്റെ മോ രാമകൃഷ്ണൻ നല്ല സാമർത്ഥ്യമുള്ളവനാ. ധൈര്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ശവപ്പറമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞ അവൻ കിടന്നോളൂ.
സാറിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവോ? അതാണ് ബുദ്ധിമുട്ട്. ഏ എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അതോ സ്വന്താണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. നന്ന ചെലവിന് പിടി. ചിലപ്പോഴേ ഞാൻ വൈകുന്നേരം വരും. ഓ, ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. എന്തുട്ട് കമ്പനി അത്? എന്റെ കർത്താവേ. ഹലോ, അതെ. ആരായാലും എനിക്ക് തരണ്ട. നേരിട്ട് സംസാരിക്കണമെന്ന്. രഹസ്യം അത്ര. ഹലോ, ഞാനാണ് ശങ്കർ എന്ന പേരിൽ രാവിലെ റെയ്ഡിന് വന്നില്ലേ, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. എടാ ദ്രോഹി, നീ എത്ര ലക്ഷം രൂപയുടെ മുതലാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ ബഹളം വെച്ച് ബീപ്പ് കൂട്ടിയിട്ട് എന്താ കാര്യം? പോയ സ്വർണം പോയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന തോമസിന് നല്ലത്. അത് പള്ളി പറഞ്ഞാൽ മതിയടാ. നിന്നെ കണ്ടുപിടിച്ച് ജയിലിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തോമസ് എന്നല്ല. പേര് മാറ്റാൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസറ്റിൽ പരസ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ തോമസ് എന്നുള്ള ഒരു പഴഞ്ചൻ പേരാ. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. 3 വർഷം മുമ്പ് ഒരു സ്വർണ്ണക്കടയിൽ സാധാരണ സെയിൽസ്മാൻ ആയിരുന്ന നിങ്ങൾ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആളുകളെ പറ്റിച്ചും സർക്കാരിനെ വഞ്ചിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു അംശം വേറൊരു കള്ളം തട്ടിയെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പരാതിയും കേസും ഒക്കെ ആയിട്ട് നീങ്ങാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ വീഴും. കള്ളക്കടത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചതിന് കൈകളിൽ വിലങ്ങ്, ഇൻകം ടാക്സുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ. ഫയലുകളും യഥാർത്ഥ കണക്കെഴുതിയ ബുക്കുകളും ഒക്കെ ഞാനിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കണോ അതോ? നിങ്ങൾ ആരാണ്? ഞാനോ? തന്നെപ്പോലെയുള്ള പെരിങ്കള്ളന്മാരെ പറ്റിക്കുന്ന ഒരു ചിന്നക്കള്ളൻ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനി ഇതിന്റെ പിന്നാലെയുള്ള കേസും കൂട്ടും ഒന്നും വേണ്ട. എനിക്കൊരു പരാതിയുമില്ല. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഒരു കാരണവുമില്ല സാർ. ഞാനൊരു സൂക്കേടുകാരനാണ്. എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. പോയതെനിക്കല്ലേ, പോട്ടെ. പണ്ടൊരിക്കൽ സുലൈമാൻ സാറുള്ള കാലത്താന്ന് തോന്നുന്നു, ഇതുപോലൊരു വിദ്വാൻ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം അടിച്ചുകൊണ്ട് പോയതായി കേട്ടിട്ടുണ്ട്. എന്നിട്ട്? പക്ഷെ അന്നത് കേസായില്ല. അതുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല. അയാളെ പറ്റിയുള്ള വല്ല വിവരവും നമ്മുടെ റെക്കോർഡ്സിലുണ്ടോ? ഇല്ല സാർ. അതുപോലെ കസ്റ്റംസുകാരുടെ വേഷം ധരിച്ച് ഒരുത്തൻ കള്ളക്കടത്തുകാരെ പറ്റിച്ചതായും കേട്ടിട്ടുണ്ട്. പരാതിക്കാരില്ലാത്തതുകൊണ്ട് അതും കേസായില്ല. പരാതി ഇല്ലെങ്കിൽ ഇവിടെ അന്വേഷണം വേണ്ടല്ലോ. പോലീസുകാരെ പരിഹസിക്കുന്ന കാണാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം. എന്തു വന്നാലും നമുക്ക് അയാളെ പിടിച്ചേ പറ്റൂ. രമണി, ഇതിനെ നിർത്തോണ്ട് പോകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പിന്നെ അല്ലാണ്ട് സ്വസ്ഥമായിട്ട് കാര്യം ആലോചിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാനാണ് ശങ്കർ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചാണ് സർ. പറയാതെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അല്ലേ? ക്ഷമിക്കുക. നഷ്ടപ്പെട്ടയാൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് സാറിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ചെയ്തെന്ന സഹായങ്ങൾക്കെല്ലാം 100 നന്ദി. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. വയ്ക്കട്ടെ. ഗുഡ് നൈറ്റ്. ആരാ വിളിച്ചത്? നീ ആ യൂണിഫോം എടുത്തു വെച്ചേ.
പേടിച്ചോ? ഇങ്ങനെ പിന്നെ കൂടെ വന്ന് പിടിച്ചാൽ പേടിച്ചു പോവില്ലേ? അത്രയും പേടിയുള്ളവർ ഈ പണിക്ക് വരരുത്. നിങ്ങൾ സാധനം എടുക്കി. പോലീസുകാരെ കാണുമ്പോൾ മനുഷ്യന്റെ നെഞ്ചിടിക്കുക. ഈ കടൽപ്പാലത്തിനടിയിലും ഗുഹയിലും ശവപ്പറമ്പിലും അല്ലാതെ ഈ നാട്ടിൽ വേറെ സ്ഥലമില്ലേ? വേറെ സ്ഥലമുണ്ട്, പക്ഷെ ഈ ഇടപാടിന് പറ്റിയ സ്ഥലമില്ല. നിങ്ങളെ താമസം എവിടെയാ? അടുത്തതാണോ നമ്മൾ അവിടെ വരാം? തനിക്ക് പേടിയാണെങ്കിൽ തന്നെ ബാബുക്കാനോട് പറ വേറെ ആളെ അയക്കാൻ. അല്ലോ, ബാബുക്കാനോട് പറയാനാ? മൂപ്പരെ കാണുമ്പോൾ തന്നെ നമ്മളെ മുട്ടിടിക്കും. അപ്പൊ മൊത്തത്തിൽ താൻ പേടിക്കാൻ വേണ്ടി ജനിച്ച ആളാ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? എന്തിനാ ചോദിച്ചേ ഉള്ളൂ. പൊതിയിൽ സ്വർണ്ണായിരിക്കും അല്ലേ? അത് ബാബുക്കാനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ നാടെവിടെയാ? ഇയാളെ വേഗം സ്ഥലം വിട്. ഊരും പേരും പറയൂല? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, തിരക്കില്ല. ബാബുക്കാനോട് വല്ലതും പറയാനുണ്ടാ? ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും. വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ ശേഖർ? ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളെ ഈ നഗരത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് പലരുടെ അപ്രീതിയും ഉണ്ടായി. എങ്കിലും സാരമില്ല, പട്ടണത്തിൽ നല്ലൊരു ഓഫീസറെ കിട്ടുമല്ലോ എന്ന് കരുതി. ബട്ട് ഹാവ് ടെറിബിളി ഡിസപ്പോയിന്റഡ് മീ. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, പക്ഷേ ദിസ് ഈസ് ടു മച്ച്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പട്ടാപ്പകൽ. ഈ നാണക്കേട് ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അയാളെ എങ്ങനെയും കണ്ടുപിടിക്കുക. ഐ റിപ്പീറ്റ്, at any cost, find him. That's all for the time being, gentlemen. ഇന്ന് നേരത്തെ എത്തിയല്ലോ. എന്താ സുഖമില്ലേ? ഓ, ഒന്നുമില്ല. നീ ഒരു ചായ ഇട്. ഹലോ, ഞാനാണ് കൃഷ്ണൻ, അമ്പലക്കാടൻ. എന്തു വേണം? അല്ല, ചിലതൊക്കെ കേട്ടു. ശരിയാണോ? അപ്പൊ അടി തെറ്റിയ ആനയും വീഴുമല്ലേ? ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചത്? അല്ല, അറിഞ്ഞതെങ്ങനെങ്കിലും ആവട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ ശേഖരനിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഏതായാലും സാർ ഇനി പലതും കേൾക്കേണ്ടി വരും. റാസ്കൽ, നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് സംഭാവന ചെയ്ത അങ്കിള് തന്നെ ഒരു ചിൽഡ്രൻസ് ലൈബ്രറിയും ഒരു ഗെയിംസ് റൂമും നമുക്ക് നിർമ്മിച്ചു തരുന്നു. പണക്കാരായ പലരും സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രം നോക്കുന്ന ഇക്കാലത്ത് അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യരെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്കെല്ലാം അങ്കിളിനെ നേരിലൊന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അതൊക്കെ പിന്നെ ആവശ്യം. മിസ്റ്റർ ആന്റണി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ? ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് 100 രൂപ സംഭാവന കൊടുക്കുന്നവർ പോലും പേരും പടവും പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ആന്റണി സ്വന്തം പേര് പുറത്തു പറയുവാൻ പോലും മടിക്കുന്നു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുന്നല്ലേ അച്ചു പ്രമാണം. പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സഹായമെന്ന വാക്കിന് തന്നെ അർത്ഥം ഉണ്ടാവില്ലല്ലോ. ശരിയാണ്. ഞാൻ മറ്റേ കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും മോനുണ്ടായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ അച്ചു. സമൂഹത്തിൽ ഒരുപാട് പേരെ പറ്റിച്ച് സ്വന്തം കേശ വീർപ്പിക്കുന്നവർ മാന്യന്മാരായി ജീവിക്കുന്നു. നല്ല മനസ്സുള്ളവർ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരായി മാറുന്നു. ദൈവം ഇതൊന്നും കാണുന്നില്ല. തീർച്ചയായും സ്വർഗരാജ്യം എപ്പോഴും സന്മനസ്സുള്ളവർക്കായിരിക്കും. ആയിരിക്കും. എന്താ പോലീസ് ഇവിടെ? എവിടെയെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ അന്വേഷിച്ചു വന്നതായിരിക്കും. ആ ശരി, ഞാൻ വരട്ടെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാറെന്താ മറുപടി ഒന്നും പറയാത്തേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല സാർ. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാറന്മാര് ഇതുപോലെ കൊടി കെട്ടി വേണം കള്ളന്മാരെ പിടിക്കാൻ. ഇതിലും ചീപ്പായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? എന്നാലും എങ്ങനെയാടോ ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കുക? ജോസ് കള്ളനല്ല, കേടിയാ.
കള്ളനായാലും കേടിയായാലും നമുക്ക് കഴിവില്ലാത്തോണ്ടാണെന്ന് വരില്ലേ? ആ അത് വരും. ഇതൊക്കെ ആരറിയാനാ സാർ? അവൻ എവിടെയാണെന്ന് ജോസ് കണ്ടുപിടിക്കട്ടെ. സ്ഥലം മനസ്സിലാക്കിയ നമുക്ക് തന്നെ ചെന്ന് അവനെ പൂട്ടാലോ. പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. അയ്യോ സാറേ, അയാളെ ഞാൻ എങ്ങനെ അറിയാനാ? തന്നെയുമല്ല, കുറച്ചു നാളായിട്ട് ഞാൻ പുറത്തോട്ടെങ്ങും പോകാറില്ല. സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയാട്ടെ. ആ നീങ്ങി വന്നേ പറയട്ടെ. രാവിലെ തന്നെ ഉണ്ടല്ലോടോ. കൂടെ വന്നിരിക്കാൻ ആരാന്നറിയോ? അറിയാമേ, അതാണ് ഞാൻ പത്തി ഒതുക്കി മാളത്തിൽ തന്നെ കൂടിയത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നെന്നും കൂട്ടിനും പൊക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുത്തൻ ഇടപെട്ടോണ്ടാ നീ ഇവിടെ കഴിഞ്ഞുകൂടി പോണേ. അതെനിക്കറിയാം സാർ. സാറ് കുറച്ചധികം കാലം ഇവിടെ ഉണ്ടാവും. അതുവരെ നിനക്ക് ഇവിടെ അടങ്ങി ജീവിക്കാൻ പറ്റുമോ? അത് പിന്നെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കൂടി ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവണം. ഭാവിയിൽ നിനക്കും അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഏത് മാളത്തിലുണ്ടായാലും അവനെ പുകച്ച് പുറത്തിയായിരിക്കണം. അത് നിനക്കേ പറ്റൂ. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. നോക്കിയാ പോരാ, നടത്തണം. എന്റെ പൊന്നു ജോസേ, നീ ഈ പോലീസിന്റെ ചാരപ്പണിക്കൊന്നും നിൽക്കണ്ട. കള്ളൻ ഏതായാലും നമ്മുടെയൊക്കെ വകുപ്പൊന്നാ. ഇൻസ്പെക്ടർമാര് മാറി മാറി വരും. പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ. തന്നെയുമല്ല, അവരൊക്കെ വലിയ വലിയ നിലയെ കക്കുന്നവരാ. അവരെവിടെ, നമ്മളെവിടെ? അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി. ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ നമ്മളെക്കാൾ വലിയവനായിട്ട് ഇവിടെ ആരും വിലസണ്ട. ചിലപ്പോ നമ്മുടെ തുരപ്പം വാസുവായിരിക്കും ഇനി. അവനിപ്പം വീരിലല്ലേ? ജോസ് പറഞ്ഞ രൂപം ഭാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണം എല്ലാം കഴിച്ച് പോണ്ടിച്ചേരില്ല. നമ്മുടെ ചീങ്കണ്ണി എന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കേട്ടു. ഇനിയിപ്പോ അവനായിരിക്കുമോ? അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും ആകാൻ വഴിയില്ല. അതും ശരിയാ. അപ്പൊ ആള് തീർച്ചയായിട്ടും വരുത്തനായിരിക്കും. വല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ. എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ നോക്കാം. ജമാലേ പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാനിത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ ഞാൻ നേരെ റേഷൻ പടിയിൽ പോയി. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ശരി ബാ പറയാം. നിന്റെ ബാബുക്കാട് വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ആ എന്നാ ബാബുക്കാട് പിന്നെ ചോദിച്ചാൽ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങള് ബെടാ ബെടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ, എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ടാട്ടാ. ചേട്ടാ ഇവനെന്ത് മനുഷ്യൻ. പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാവുന്ന എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ, അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബുക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബുക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ. നീ പറയത്തില്ല അല്ലേ? പറയണം. ആരെയാടാ നിനക്ക് കാണേണ്ടത്? എന്നെയാണോ? എന്നെപ്പറ്റി പോലീസിലെങ്ങാനും പറഞ്ഞ
കളവ് കേസിന് മാത്രമായിരിക്കില്ല ഞാൻ ജയിലിൽ പോകുന്നത്, കൊലപാതകത്തിനൂടിയായിരിക്കും. നിന്നെ കൊന്നിട്ട്. സോറ, സക്കീർ ഉറങ്ങിയ? അകത്തുണ്ട്. ഇരിക്കി. നമ്മളാ കുമാരന്റെ പറമ്പത്തെ തൈക്കുണ്ടിലൊന്ന് വീണ് അരിയും സാധനങ്ങളൊക്കെ കുറെ പോയി. പെങ്ങളാ തല്ലും പിടി ഉണ്ടായിന്ന് പറഞ്ഞാ ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും. ഓലെ ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന നമ്മളെ പേടി. ഇനി ഒരുത്തനും വരൂല. എവിടെയായിരുന്നടാ നീ? ചൂട്ട് കത്തിക്കാണ്ട് ഇരുട്ടത്ത് വരാന്ന് പറഞ്ഞാ ഓന് തിരിയില്ല. വീണ്ടും മുറിഞ്ഞാ ഒന്നും പറ്റിയില്ല ഉമ്മ, ഇത് നമ്മളെ ദോസ്താ. ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കി. ഒന്നും വേണ്ട. കഞ്ഞി കുടിക്കാൻ നിങ്ങളെയൊന്നും വിടൂല. ഇയാൾ ആരാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ. അടുത്തെവിടെ? കുഞ്ഞിക്കണ്ണൻ മേസ്ത്രിയുടെ? അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞ് പോണം. എന്താ പണി? ഉമ്മ കഞ്ഞി ഉണ്ടാക്ക് വേഗം. മോന ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോന. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ. മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ല. പെങ്ങളുടെ ഭർത്താവ് അവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ. അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. അറബി. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറൊക്കെ നിക്കാൻ്റെ അന്ന് 5000 ഉറുപ്പ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും വെച്ചിടാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യുക. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായന്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ടിപ്പോ 1.5 കൊല്ലായി. ഒരു വിവരമില്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനറിയാം? ഇല്ലല്ലോ. ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി. ബാപ്പാന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, ഇതെന്താ പറ്റി? ഒന്നുമില്ലാന്ന്, പിടിവലി പറ്റിയതായിരിക്കും. ഇവിടെ പുരട്ടാൻ മരുന്നൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഡ്രസ് വെച്ചോളാം. ഹലോ. യെസ്. എപ്പോ? ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. Follow me. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Move fast.
പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കുക. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി? കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കൊടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി ലോയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം. എവിടുന്നാണ് സംസാരിക്കുന്നത്? എന്ത് മണ്ടൻ ചോദ്യമാ സാറേ ഇത്. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയൂ? പിന്നെ എന്നു മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെ ആണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓണത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിൻ്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ വക്കീലിൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നത് ആ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോൾ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടുവരും. പതുക്കെ ഇവിടെ പിടിച്ച ഇവിടെ. ആഹാ, കിടപ്പാണോ? ഓ എന്റെ കർത്താവേ, എന്തു പറ്റിയടോ? ഒന്നും പറയണ്ട സാറേ. ലോറിന്ന് ചുമ്മാ ലോഡ് ഇറക്കിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചും തല്ലി വീണു. ചുമ്മാ ലോഡ് ഇറക്കി വെറുതെ വീഴേ? കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമാ സാറേ. അത് പോട്ടെ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സാറ് പറയുന്ന പോലെ ആളൊന്നും ഈ നാട്ടിലില്ല. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി അവൻ ഇവിടെ ഉണ്ട്. 19 പോലീസുകാരെ ഈ ടൗൺ മുഴുവൻ കറക്കി ഓടിച്ചില്ല അവൻ. എന്നിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി. 19 പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ ഒരുത്തം വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാ? എന്നെ ഒന്ന് വിട്ടേക്ക് സാറ്. അത് ശരി, അപ്പൊ നീ ഒഴിയാണ് അല്ലേ? സാറിന് അത്ര നിർബന്ധമാണ് എന്നെ കൊണ്ട് 2 ഇടി ഇടിച്ചോ? അതിപ്പോ നീ പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം സമയമാകുമ്പോ, കേട്ടോ? സംഗതി അതൊന്നും അല്ല കേട്ടോ.
മറ്റവൻ ശരിക്ക് പെരുമാറി കാണും. അങ്ങനെയാണെങ്കിൽ ഇത് വെറും സാമ്പിൾ മേടിക്കട്ടാ. 10, 12, 14, 15 നിലയുള്ള ഇനി പൊട്ടാൻ കെടുക്കുന്നുള്ളൂ പിള്ളേ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലോ? ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണി? അതെ, ടോണി. ലൂയിസ് എന്നുള്ളത് എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലേക്ക് ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി. പാർട്ടി ഉടനെ ബോംബെയിൽ നിന്നെത്തും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്നത് നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ? ജമാല് കഴിക്കുന്നത് കാണുന്നതാ എന്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെയിൽ നിന്ന്. അഡ്വാൻസ് വേണം? വേണ്ട, റൂം എടുക്കുമ്പോൾ തന്നാൽ മതി. ഓക്കെ, താങ്ക്സ്. ജമാലേ, ഇവൻ ആരാണെന്നറിയാവോ? ഇല്ല. ഇവനാണ് ജോർജ്. ആളെ കൊല്ലുന്ന മയക്കുമരുന്ന് കച്ചവടമാണ് ഇവന്റെ തൊഴിൽ. ഞാനിപ്പോ വരാം. You still here? Why don't you go? मैडम, he purchase. मैंने पहले ही कह दिया ना, तुम रात को आओ. अभी मेरे पास कुछ भी नहीं है. That is correct, मैडम. ചരക്ക് സാറിന് തന്നെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി. क्या उरपो? मुझे बिल्कुल नहीं समझता तुम्हारा लैंग्वेज. I'll take the money when I give you the material in the night. രാത്രി സാധനം കിട്ടും, അപ്പൊ കാശ് കൊടുത്താൽ മതിയെന്നാ. ഓ, മൈ കാർഡ്. ഓക്കെ മാഡം, സീ യു ഇൻ ദ നൈറ്റ്. താനല്ലേ പറഞ്ഞോളൂ മലയാളിയാണെന്ന്, എന്നിട്ട് മലയാളം പറയുന്നില്ലല്ലോ. ഒക്കെ അഭിനയൊരു സാറേ. മീര നായർന്ന അവളുടെ പേര്. കൂടെയുള്ളതാരാ? അപ്പനെ? ആരായാലും എന്താന്ന്, നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. കേശൻ ചേട്ടാ, പാഴ്സൽ ഓഫീസിൽ പോയി ഇത് ഡെലിവറി എടുത്തോണ്ട് വരൂ. എത്തിക്കാണോ? ബോംബെ നയിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചതിന് ശേഷമല്ലേ നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞത്. ഓ, ആ പാഴ്സൽ സൂക്ഷിക്കണം. അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഇവിടെ ആദ്യമാണ്, അതോർമ്മ വേണം.
ഓ. Hello. Operator, call to Bombay. I'll call you back. Okay. Yes. ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? What? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. I'm sorry. I mistook you for Miss Meera Nair. I'm sorry. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം? ക്യാ മലയാളം? ആപ്കോ മലയാളം നഹീ മാലൂം? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, പെങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പോൾ മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ ഇതേ മുറിയിൽ? ആ, അപ്പൊ ഇത് വിട്ടിരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, രാത്രി കൊണ്ടുവന്നാ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഹലോ, ശേഖർ ഹിയർ. നന്ദനം സാർ, ശങ്കറാണ്. സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്ത് പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷനും സൽപ്പേരും നീ വാങ്ങിത്തരാൻ പോകുന്നു? ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ. വല്ല പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ. പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താ പോരെ. കൂടാതെ അയാൾ പൈസ കയറ്റാ വന്നത്. कौन? बेरर. എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭനാണ്. നമ്മളെക്കുറിച്ച് അയാൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ ആരായിരുന്നാലും അയാളെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോ ഇതൊക്കെ അതിന് രാത്രി വരെ കാക്കണ്ട. ഇപ്പോൾ തന്നെ പക്ഷേ രവി ഏൽപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞ് സാധനം വാങ്ങാമെന്ന ആളായിരിക്കും. എന്നാലും ആരെടാ അവൻ? ഞാൻ തന്നെ.
രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവൻ എനിക്ക് കിട്ടില്ലല്ലോ. ഏ ബഹൻ, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. ധാരാ കൊണ്ടുവന്നേ? മുഖം എനിക്ക് ഓർമ്മയില്ല. സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മുഖം അഡ്രസ് നോക്കാൻ? ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്ടേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ. എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീ ടു യുവർ ജെഇ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്, റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോം തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. കുവൈത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുമോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്?
ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പോൾ വന്നാൽ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാ വില്ലേജ് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ. വാസുദേവൻ. ടോണി. പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യ, യോഗം വേണം. നമ്മക്കാർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മൂന്തി ആവുമ്പോ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുനിന്നു. ഞാനുണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ വീടിക്കോട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്. സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സോറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംബോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വേളയിൽ ചാണ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടുന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരൂ. എന്റെ പൊന്നു ലൂസി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, സാറിന്ന് വരുമെന്ന് അറിഞ്ഞപ്പോ പിന്നെ നന്നായി, വളരെ നന്നായി. സാറിനെ കാണാനും നിവേദനം തരാനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറെ കൃഷിക്കാർ വന്നിട്ടുണ്ട്. അവരോട് നിവേദനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയൂ. ഓ ശരി. കൃഷിക്കാരെ കൊണ്ടുള്ളൊരു ശല്യം. ഇരിക്കൂ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലേ? പിന്നെ എന്തിനാ നാട്ടുകാർ ഈ മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേളയിൽ ചാണ്ടി അഴിമതിക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെയല്ലേ ആരോപണം. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതെന്തായാലും സാറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ലേ? ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആളാ.
എങ്ങനെ ഇവിടം വരെ എത്തി? സ്വന്തം പ്രയത്നം കൊണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവോ? അതെ, നമ്മുടെ ഗോപിനാഥൻ കർത്താവേ, ആ ഹോട്ടൽ മുതലാളി. ഔ, എന്റെ ജീവൻ പോയി. അയാളോട് തൊട്ട് അപ്പുറത്തെ മുറി പോയി കുത്തിരിക്കാൻ പറ. ഓ, ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ല. സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. എന്താ അത്? കൈക്കൂലിയല്ല, ഫണ്ടിലേക്ക്. ഇട്ടോളൂ, മേലേക്ക് മേലിട്ടോളൂ. ഇനി പൊക്കോളൂ. ആ, എല്ലാവരും ഉണ്ടല്ലോ. മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാ? കഴിഞ്ഞു. കൃഷ്ണേട്ടൻ എന്താ താമസിച്ചേ? ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്താ രവി, മന്ത്രി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വന്നേ, ഒരു മിനിറ്റ്. രവി, ഇപ്രാവശ്യമെങ്കിലും വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണം. ലേലമല്ലേ, ആർക്ക് ശ്രമിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ. ബാബുക, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? അകത്തുണ്ടല്ലോ. ഉണ്ട്. ഒന്ന് കാണട്ടെ. ആ, ചെല്ല. എത്രയുണ്ട്? 4. നമസ്കാരം. ഓ, താനായിരുന്നു. ഒന്ന് മുട്ടിട്ട് 100 രൂപ. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. താ പുറത്തു പോയി നിൽക്ക്, അല്ലെങ്കിൽ വല്ലവരും കൊണ്ട് എഴുന്നള്ളും. ഓ, നാളെ തന്റെ മഞ്ഞപത്രത്തിൽ വരുവടോ, മന്ത്രി വേളയിൽ ചാണ്ടിയുടെ തലയിൽ നോട്ടുകൊണ്ട് അഭിഷേകം എന്നൊക്കെ. ഒന്ന് ചുമ്മാ ഇരു സാറേ. അങ്ങനെ വലുതും ഇന്നേ വരെ എന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റില്ല. താ എനിക്കെതിരായ ചില ഒളിയമ്പുകൾ വിട്ടതൊന്നും ഞാൻ അറിയാതിരുന്നിട്ടില്ല. അല്ല, ഇനി അഥവാ അങ്ങനെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അതുമല്ല അച്ചടിപ്പശകായിരിക്കും. അങ്ങനെയുള്ള അച്ചടി പെശക ഈ പെശകെന്ന് പറയണത്. അത് വെച്ച് വലിയ കളി കളിക്കണ്ട. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടോ തന്റെ പത്രത്തിന്റെ ഓട്ടം? 500 1000 അത് ഒരെണ്ണോ? അയ്യോ, 1 ലക്ഷം കവിയും. തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കണക്കല്ല ഞാൻ ചോദിച്ചത്. ഓ, സാറിന്റെ ഒരു തമാശ. എടോ അമ്പലക്കള്ള, തനിക്ക് ബിൽഡിംഗ് പണിയുണ്ട്, അബ്കാരിയുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. പിന്നെ എന്തിനാടോ ഈ കടലാസിന്റെ വില പോലും കിട്ടാത്ത ഈ പത്രം കൊണ്ട് നടക്കുന്നത്? അതുള്ളത് കൊണ്ടാണല്ലോ സാറേ കഥകിൽ മുട്ടാതെ അകത്ത് കയറാൻ കഴിഞ്ഞത്. ആ, ശരി ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ ഇതിൽ വെക്കല്ലേ, ഇത് എണ്ണിതാ. അവിടെ 1 2 3 4 5 അല്ലേ? ആ, അത് പോട്ടെ. എടോ, താൻ ഇന്നാണ് ഒരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫോറിൻ ബ്ലേഡിന്റെ അല്ലേ എന്റെ അളിയൻ ദുബായിന്ന് കൊണ്ടുവന്നത്? സാറിന് വേണോ? എന്തിനാ? കഴുത്തറുത്ത് ചാവാനാ? എടോ, ബ്ലേഡ് കമ്പനി. ഓ, ദേവസ്യാന്റെ ബാങ്ക്. ഏത് ദേവസ്യേട്ടൻ? ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ, ഞങ്ങളുടെയൊക്കെ ദൈവം. ദൈവോ? അതെ, ലേലത്തിനൊക്കെ പോകുമ്പോ 10 20 ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ. ചെവി അയാളുടെ ഇടപാടെങ്ങനെയാ വിശ്വസിക്കാവോ? ഭംഗി വാക്ക് പറയല്ല, എന്നേക്കാൾ വിശ്വസിക്കാം. താൻ അയാളെ ഒന്ന് വിളിച്ചു പറ, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പേടിക്കാനൊന്നുമില്ലെന്നേ. ഇല്ലല്ലേ? ഇല്ല. വന്നു എന്നാ തോന്നണേ. കർത്താവെ, മാല വാങ്ങാൻ പോയ കുരിശനെ കാണാനല്ലോ. അപ്പാ ക്ഷമിക്കണട്ടാ, ആ വാതിൽ തുറന്നു കൊടുത്തേ. വാ. വളരെ പെട്ടെന്നായി പോയിട്ടാ. ഇത്തിരി മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലിപ്പിലും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഒരു ചെണ്ടകൊട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ? ഒരു വെടിക്കെട്ടും 4 അമുട്ടും ആവായിരുന്നു. മിനിസ്റ്ററുടെ രഹസ്യ വരവല്ലേ ദിവസേട്ടാ, അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ, അല്ലെങ്കിൽ ബാങ്കിൽ വരില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. കൃഷ്ണ എന്റെ സ്വന്തം ആളാ. നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളുടെ ഈ എന്താ അതിന്റെ പേര്? ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാണ്. ആ, എന്നാ തുടങ്ങിയത്? 1115 അപ്പന്റെ അപ്പനായിട്ടാണ് കമ്പനി തുടങ്ങി. അന്ന് തൃശ്ശൂർ പേരൂർ കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര്. ആയിരിക്കണ അപ്പാപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന് അപ്പനായിട്ടാണ് കമ്പനി വലുതാക്കി.
നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാക്കി. അതേതായാലും നന്നായി. ഗോപുരം എന്ന് പറയുമ്പോ ഉയർച്ചയാണല്ലോ. പേര് മാറ്റിച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ. മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡും ഡുന്ന് പൊട്ടിപ്പോ ഡും ഡുന്ന് പൊട്ടിപ്പോ. എവിടെ വീട്? വീട് തൃശ്ശൂരിന്. ഡും ഡുന്ന് പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് ആണ് പിടിച്ചു നിന്നേ. 24 അവേഴ്സുള്ള പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഴ്സ് ഞാനൊരു പരസ്യം കൊടുത്തു. ഒറ്റെണ്ണം വന്നില്ല. എന്തുകൊണ്ടെന്ന് കാരണം എനിക്കറിയില്ല. സ്വിസ് ബാങ്കിനൊക്കെ വിശ്വാസം നമ്മുടെ കമ്പനി. സാറിനത് ബോധ്യാവും. എനിക്ക് ബോധ്യപ്പെട്ട തനിക്ക് നല്ലത്. അപ്പോ കാശിനി 3-4 മാസം കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ? അതെന്താ 3-4 മാസം കഴിഞ്ഞ എന്റെ മക്കളുടെ കല്യാണം ഉണ്ടാ? അതല്ല, തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചോളാം. എന്നും ഈ രാഷ്ട്രീയം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം അത് വേണം. പിന്നൊരു കാര്യം, എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ. 4ാമത് ഒരാൾ അറിഞ്ഞാൽ അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇത് മാത്രം ആക്കണ്ടാട്ടാ. ഇനി നമ്പർ 2 ഉണ്ടെങ്കിൽ അത് സ്വന്തമാവണമെന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞു പോ. ഇതാരവിടെ കൊണ്ടുവന്നേ? ആരെന്നറിയില്ല സാർ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ടവറും കുറെ രൂപയും. സാറേ, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. 10-ാം തീയതി രാവിലെ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ടവർ ബോംബ് വെച്ച് തകർക്കുന്നു തന്നെ. അപ്പൊ നോട്ടിന്റെ ചിത്രോ? പിന്നെ പൈസ ചെലവാക്കാണ്ട് ബോംബ് കിട്ടോ? എത്ര പൈസയാലും സംഭവം നടത്തുന്നു തന്നെയാ. ഇതിപ്പോ ഏത് പോലീസുകാരനും മനസ്സിലാകുന്ന ഭാഷ അല്ലേ? എടോ, ഈ ടവറിന്റെ പടം ഉണ്ടെന്ന് കരുതി അത് ടവർ തന്നെ ആണെന്നുണ്ടോ? അക്കാര്യത്തിൽ ചതിവുണ്ടാവില്ല. ഈ കള്ളന്മാര് പൊതുവെ സത്യസന്ധരായിരിക്കും. ഇയാൾ എവിടുന്ന് വന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ ടവറിന്റെ പടം കണ്ട ഉടനെ ഗോപുരം ചിട്ടി ഫണ്ട്സ് ആണ് കള്ളൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? സർ, ടവറുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനൊരു സൂചന വരില്ലല്ലോ. എന്തുകൊണ്ട് തന്നുകൂടാ? ലൂസി പറയാറുള്ളത് പോലെ കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ പലരും. ഒരു കാര്യം ചെയ്യും, സിറ്റിയിലുള്ള എല്ലാ ടവറുകൾക്കും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. സാർ, പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2 പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിന് ഒന്ന് നിർത്തിയേരെ. അതല്ല സർ. ഡോണ്ട് കൺഫ്യൂസ് മീ. ദേവസി, എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ഇവിടെ പറഞ്ഞിരുന്നു. വരൂ, ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമസാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടി വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ, രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞോളൂ. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിൽക്കണം നിപ്പണ്. പൂമക്കത്ത് കിട്ടിന്റെ അത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്.
വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ, എന്നിട്ടൊരു ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ. അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണമല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാരന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ അത് വലിയ ശല്യായില്ലോ നേരെ വിളിച്ചപ്പോ. ഹലോ, ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ശരിയാ, വളരെ ശരിയാ. ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസ്വം ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമൻ സാറേ, ഇങ്ങോട്ട് പോന്നോളോ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്, പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. വന്നോളൂ, വന്നോളൂന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തോണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ് വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. ഒക്കെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്, ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ. ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്നാ നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇതെവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസ്വം വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ഇതാ, ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം. കളിത്തോക്ക പോട്ടെ. സാറേ, പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ.
താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം. നവദമ്പതികളെ, ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഇവിടെ സംഘടിപ്പിച്ച ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. അത് കുറെ മൂഢന്മാരെ ഏറ്റുപാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സ്വർഗത്തിൽ വെച്ചല്ല നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന യുവമിഥുനങ്ങൾ. ഞാൻ ഇതിന്റെ സംഘാടകരോട് അന്വേഷിച്ചു, ആരാണ് ഈ യുവമിഥുനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും പുടവകളും സംഭാവന നൽകിയെന്ന്. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം പേര് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹി, ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം സർ. സാർ, സാറിന് തരാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കൊണ്ട് തന്നാ. ഇത് ബോംബൊന്നും അല്ലല്ലോ. ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ആയുസ്സും ആരോഗ്യം നേർന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ പുകഴ്ത്തിയതും നമസ്കരിച്ചതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ഗോപുരം ചിട്ടി ഫണ്ട്സിൽ നിക്ഷേപിച്ച കള്ളപ്പണം എടുത്താണ് ആ സമൂഹ വിവാഹത്തിന് സംഭാവന നൽകിയത്. കള്ളപ്പണത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന അല്ലയോ മന്ത്രി, നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പണം കുറെ പേർക്ക് ജീവിതം നൽകിയെന്ന്. എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. താൻ ആദ്യം സമാധാനിക്കടോ. എത്ര വെള്ളം കുടിച്ചു കൂട്ടുന്നേ? എങ്ങനെ സമാധാനിക്കാന്ന്? അപ്പന അപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പേര് നമ്മൾ കളഞ്ഞില്ലേ? എന്നാലും തനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് 2 ആളിങ്ങനെ നിൽക്കണു. നെയ്യെ എന്റെ പിന്നിൽ കൂടെ വന്നിട്ട് എന്റെ തല കൊയ്യെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ തോന്നില്ലെന്നേ. ആ നോട്ടം, ആ ഭാവം, ആ സംസാരം നല്ല സ്റ്റൈലിന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. നമ്മൾ 2 കൈ നീട്ടി കൊണ്ടുവരണ്ടായി. ആ സർക്കിളിന് ഒതുക്കാൻ എന്തായാലും ഇത് ഉപകരിക്കും. ഈ സംഭവം വെച്ചുകൊണ്ട് ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. വെള്ളം എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. സെക്ടർ നമ്പർ 5 ഏതോ വീട്ടിലാണ് അവന്റെ താമസം. സാർ, ഏത് വീടാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീട് സെർച്ച് ചെയ്യണം. സാർ, ആരെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ. ഓക്കെ സാർ. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളയല്ലത്.
എടുത്തോട്ട് എടുത്തോട്ട് ഇവിടെ എങ്ങനെ എത്തി? വേണോന്ന് വെച്ചാൽ എവിടെ എത്താൻ പറ്റത്തത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായര്? കസ്റ്റംസിലെ. കസ്റ്റംസിലെ? ഓ കസ്റ്റംസിലെ മുരളീധരൻ നായര്. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നോളൂ. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചതേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയാണ്. ഒഴി വിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടുകളെ. കയറിയാ മലെ. പോണ്ട, ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ എം ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എന്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നോണ്ടല്ലോ. ഒരുപാട് ജോലിയുണ്ട്. നാട്ടിലെ കള്ളന്മാര് കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ ആനി, പിന്നെ കാണാം. ഇരിക്കും ടോണി. ഹലോ. ഹായ് ടോണി. ആനിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കളഞ്ഞത്? അവിടെ ഡാഡിയുടെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? മാത്രമല്ല ആ ജമാലിന് നല്ല സുഖമില്ലായിരുന്നു. എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? പറയാം. നാളെ വൈകുന്നേരം ഫ്രീ ആവോ? ഒരു 5 മണിക്ക്. എവിടെ കാണാമെന്ന് ഞാൻ രാവിലെ വിളിച്ചു പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ. സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല.
ടോണി എന്തായി പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയൂ. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി. സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുമുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ആനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവം ആനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനിയോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവ ഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറും ഒരു കടങ്കഥയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന കളവുകൾക്കെല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ കൂട്ടുനിൽക്കുന്നുണ്ടെന്നാണ് പൊതുജന സംസാരം. പോലീസിന്റെ സഹായത്തോടെയുള്ള ഈ മോഷണകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ തയ്യാറെടുത്തു വരികയാണ്. കള്ളന് കാവൽ നിൽക്കുന്നവനാണ് കൂടുതൽ കുറ്റവാളി. ആ നിലയ്ക്ക് ഇൻസ്പെക്ടർ ശേഖരനെതിരെ പരസ്യമായ അന്വേഷണം നടത്തുകയും ശേഖരന്റെ കുടുംബ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അന്വേഷണം പൂർത്തിയാവുന്നതുവരെ സർവീസിൽ നിന്ന് വിട്ടുമാറി. ഈ അമ്പലക്കാടന്മാർ പൊതുവെ പകയ്ക്ക് പേര് കേട്ടവരാ, കൃഷ്ണേട്ടൻ പ്രത്യേകിച്ചും. അന്ന് സാർ അയാളെ പിണക്കി വിട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി അബദ്ധമായി പോയെന്ന്. പിന്നെ എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നോട് അധിക പ്രസംഗം പറഞ്ഞ ഒരുത്തനെ ഞാൻ പൂജിക്കണോ? അല്ല സാറേ, ഒരു പണക്കാരൻ മാത്രമാണ് സാറില്ലായിരുന്നു. ഒരു പത്രം കയ്യിലുണ്ടായി പോയില്ലേ, തോന്നിയതുപോലെ എന്തും എഴുതാലോ. നമുക്ക് തിരിച്ചു വല്ലതും എഴുതാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തോ താനീ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താ വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലേ? അതോ മലയാളം അറിയില്ലേ? ഒരു മഞ്ഞപ്പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് താൻ ആരെക്കുറിച്ചും എന്തു എഴുതും അല്ലേ? എഴുതേണ്ടി വന്നാൽ എഴുതും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. പട്ടണത്തിൽ വേറെയും ഉണ്ടല്ലോ പത്രങ്ങൾ. അല്ലെങ്കിൽ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അല്ലാതെ പൗരബോധമുള്ള പത്രാധിപരുടെ നേർക്ക് മെക്കിട്ട് കയറാൻ വരരുത്. പൗരബോധമുള്ള പത്രാധിപർ പന്ന റാസ്കൻ. 10 കാശിന്റെ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ വിഷച്ചാരായം കുടിപ്പിച്ച് കൊല്ലിക്കുന്ന നീ തത്വം പ്രസംഗിക്കുന്നതാ. നാളത്തെ പത്രത്തിൽ ഇതോ എഴുത്, പൗരബോധമുള്ള പത്രാധിപരെ ഓഫീസിൽ കയറി അടിച്ചെന്ന്. മിനിഞ്ഞാന്ന് രാത്രി ലൂസി പറഞ്ഞതേ ഉള്ളൂ, ഒരു ഇൻഡ്യൂഷൻ പോലെ തന്റെ കസേര തെറിക്കാറായെന്ന്. താൻ ജോയിൻ ചെയ്യാൻ വലതുകാല് വെച്ച് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ കസേരയിൽ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? തന്നോട് ആര് പറഞ്ഞോടോ ആ പത്രാധിപരെ പ്രസ് കയറി തല്ലാൻ? ഞാൻ ചെന്നപ്പോൾ അയാൾ പ്രസിനുള്ളിലായിരുന്നു, അതുകൊണ്ടാ. ഇത് തന്നെയാ തന്റെ കുഴപ്പം. അന്ന് ജുവലറി ഷോപ്പിലെ സംഭവം കഴിഞ്ഞപ്പോൾ കരുതിയതാ സസ്പെൻഷൻ ഓർഡർ സെർവ് ചെയ്യണമെന്ന്. പിന്നെയും വിചാരിച്ചു ജോയിൻ ചെയ്തിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. താൻ എന്ത് ആ ഓർഡർ തന്നാ എനിക്ക് പോവാം. GK ശേഖരൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. യു ആർ ഹിയർ ബൈ സസ്പെൻഡഡ്. സർ, ഞാൻ തന്നെ വായിച്ചോളാം. പിന്നെ സാറ് ദയവായിട്ട് സാറിന്റെ ലൂസിയോട് പറയണം, സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിലെങ്കിലും ഇത്തരം ഇൻഡ്യൂഷൻ തോന്നരുതെന്ന്. ജോലിക്കാരി പെണ്ണ് ഒന്നില്ലേ? വരണ്ടാന്ന് പറഞ്ഞു. എന്തേ? ഇവിടെ എനിക്ക് എടുക്കാനുള്ള പണി തന്നെ ഇല്ല. ഇവിടെ വീട് കിട്ടുന്നതിന് മുമ്പ് ജോലിക്ക് ആൾ നിർത്തണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് താനല്ലേ? കുഞ്ഞിനെ നോക്കലും വീട്ടു ജോലി ഒരുമിച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതൊന്നും സാരമില്ല. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ നീ ജോലിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞത്? എനിക്കറിയാം, എൻ്റെ ഭാര്യ ആയിപ്പോയതുകൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
എന്തെങ്കിലും പരാതി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമയദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ നമുക്ക് പഴനിയിലൊന്ന് പോകണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരുമില്ല ഇവിടെ? വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ട് എവിടെ പോയി കിടക്കുക എല്ലാരും? ഓ, ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോ ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷൻ, അടുത്ത് പിരിച്ചുവിടലേ. മരുമകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാന്ന് പറയാൻ പണ്ട് എനിക്ക് അഭിമാനമായിരുന്നു. ഇപ്പൊ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. ഞങ്ങളുടെ കാര്യത്തിന് അമ്മാവൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? വിഷമം ഉണ്ടടി. എന്താ ഈ പത്രത്തിൽ എഴുതിക്കുന്നത് നോക്ക്. ഇവന് സ്ഥലം മാറ്റത്തിനും പ്രൊമോഷനും വേണ്ടി മേലുദ്യോഗസ്ഥന്മാരെ കാണാൻ പോകുന്നത് നീയാണെന്ന്. ഇവൻ നിൽക്കേണ്ടടുത്ത് നിന്നാൽ ഈ പത്രക്കാരിങ്ങനെ എഴുതുമോ? മതി. ഇന്നത്തെ പോസ്റ്റിലാണോ ഇത് വന്നത്? അതെ സർ. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളയടിക്കുമെന്ന് പറഞ്ഞാൽ നാളെയല്ലേ ഞായറാഴ്ച? അതെ സർ. ചുറ്റും കാടുള്ള ഒരു ക്ഷേത്രമാകാനാണ് സാധ്യത. വിഗ്രഹമോഷണമായിരിക്കും. മിസ്റ്റർ ഭാസ്കർ സർ, ഈ സിറ്റിയിലും പരിസരങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും റിപ്പോർട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടണം. യെസ് സർ. മൊത്തം 12ഓളം ക്ഷേത്രങ്ങൾ ഈ പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളുമായിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും ഏത് ക്ഷേത്രത്തിലാണ് ഡ്യൂട്ടി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാളത്തേക്ക് ആക്കണ്ട. യു സ്റ്റാർട്ട് യുവർ ഡ്യൂട്ടി ആസ് ഓഫ് ഫ്രം നൗ അണ്ടിൽ ഡേ ആഫ്റ്റർ മോർണിംഗ്. യെസ് സർ. എന്തെങ്കിലും സംശയമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടനെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. നൗ യു മേ പ്രൊസീഡ് ടു യുവർ റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻ. ഉണ്ണിയാരെന്താ ലീവ് എടുത്തത്? ഒരമ്പലത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയാ, ഞാൻ പോയില്ല. അമ്പലത്തിൽ എന്താ ഉത്സവം മറ്റാണോ? ഉത്സവമൊന്നല്ല. നമ്മളെ പട്ടാപ്പകൽ പരിച്ച കള്ളനില്ലേ, അവനിപ്പോ നോട്ടായിട്ടിരിക്കുന്നത് ക്ഷേത്രത്തിലാ. ക്ഷേത്രത്തില് 2 ദിവസം മുമ്പ് സ്റ്റേഷനിൽ പോസ്റ്റിലായിട്ട് ഒരു കവർ വന്നു. അതിനകത്തൊരു പടവുണ്ട്, ഒരു ക്ഷേത്രവും ചുറ്റും കുറച്ച് കാടും. ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളടിക്കുമെന്ന് ഒരു കുറിപ്പും. ആ പഹൻ കഷ്ടകാലത്തിന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ക്ഷേത്രത്തിലെങ്ങാൻ വന്ന് കയറും. ഡ്യൂട്ടിക്കാരെ കണ്ണും പിടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. അവസാനം സസ്പെൻഷനും ദൈവശാപവും എനിക്ക്. എന്തിനാ പുലിവാലിന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ബുദ്ധിപൂർവ്വം ലീവ് എടുത്തതാ. പോരാത്തതിന് ഇപ്പം എൻ്റെ സമയം കുറച്ച് മോശമാണ് സാറേ. ഹലോ, അമ്പലക്കാടനാണ്. അമ്പലക്കാടൻ? എന്താ ഇപ്പൊ ബോധ്യമായോ അമ്പലക്കാടനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്? എന്താ മിണ്ടാത്തേ? ഒരു ക്ഷേത്രവും ചുറ്റും കുറച്ച് കാടും. ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളടിക്കുമെന്ന് ഒരു കുറിപ്പും. സർ, ശേഖരനാണ് സർ. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും എനിക്ക് കേൾക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യു. അണ്ടർസ്റ്റാൻഡ്? എന്താ സർ? കൃഷ്ണന്റെ കാവലനെ അറസ്റ്റ് ചെയ്യുക. CI ശേഖരനെ അറസ്റ്റ് ചെയ്യുക. മലയാളി അറസ്റ്റ് ചെയ്യുക. കൃഷ്ണന്റെ കാവലനെ
ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ഇൻസ്പെക്ടർ ശേഖരനെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൃഷ്ണന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. CI ശേഖരനെ അറസ്റ്റ് ചെയ്യുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി സാർ. അതിലെന്താ ഉള്ളത്? തലച്ചോറിലേറ്റ ഇടിയുടെ ആഘാതമാണ് മരണകാരണം. മാത്രമല്ല ശരീരത്തിൽ പല ഭാഗത്തും അടിയുടെ പാടുകളുണ്ട്. ഹലോ, യെസ്, ശരി സാർ. IG സാർ, മാത്യൂസ് ആണ്. പേപ്പറിൽ ന്യൂസൊക്കെ വായിച്ചു. സാർ, അറസ്റ്റ് ചെയ്യേണ്ട ഒരു പോലീസ് ഓഫീസറെയാണ്. അതുകൊണ്ട് അവരല്പം നോ റിഗ്രറ്റ്സ്. എനിക്കിവിടെ ഇരിക്കപ്പെടുന്നില്ല. നാട്ടിലുള്ള പത്രക്കാർക്ക് മുഴുവൻ ഹാജരായിരിക്കുക. CM തന്നെ 6 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. അയാൾ ഇനിയും അറസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചുകൊണ്ട്. സിവിലിയൻ ആയാലും ശരി, ഫോഴ്സിലുള്ള ആളായാലും ശരി, കുറ്റവാളികൾക്ക് ഒരു ദാക്ഷിണ്യവും പാടില്ല. എഫക്ട് ദി അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഇന്ന് ആളുകൾ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? പതിവ് പോലെ കുറച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ സാർ. ഒരു അറസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. വിഷമിക്കരുത്. നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. കുഞ്ഞിനെയും കൊണ്ട് അന്ന് തന്നെ വീട്ടിലേക്ക് വയ്ക്കും. ഞാൻ ഒരിടത്തേക്ക് പോകില്ല. കരയാതിരിക്കും. യുവർ ഓണർ, വിസ്തരിക്കപ്പെട്ട സാക്ഷികളുടെ മൊഴിയും മറ്റ് സാഹചര്യ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാം സാക്ഷിയും കൊല്ലപ്പെട്ട കൃഷ്ണന്റെ വീട്ടിലെ ജോലിക്കാരനുമായ അശോകൻ പ്രതി കൃത്യം നിർവഹിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വസനീയമാണ്. അതുപോലെ തന്നെ പ്രതിയെ സംഭവത്തിന് മുമ്പ് കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ KR 2746 ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ മത്തായിയുടെ മൊഴിയും പ്രതി തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ബലമേകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചുള്ള മരണസമയവും പ്രതി അവിടെ ചെന്നതായി പറയുന്ന സമയവും ഒന്നാണെന്ന് സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കൊല്ലപ്പെട്ട കൃഷ്ണനോട് പ്രതിക്ക് പൂർവ്വവൈരാഗ്യമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. കൊല്ലപ്പെട്ട കൃഷ്ണനെ പ്രതി അയാളുടെ പ്രസ്സിൽ വെച്ച് പരസ്യമായി മർദ്ദിച്ചതിനും പുലഭ്യം പറഞ്ഞതിനും തെളിവുകളുണ്ട്. താൻ സസ്പെൻഷനിലാകാനുള്ള കാരണം കൊല്ലപ്പെട്ട കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയ പ്രതി പ്രതികാരം വീട്ടുകയായിരുന്നു. ഏതോ കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് പ്രതി കൃഷ്ണന്റെ വീട്ടിൽ ചെന്നത് എന്ന ഡിഫൻസ് വക്കീലിന്റെ വാദം ഒരു തരത്തിൽ നിലനിൽക്കുകയില്ല. കാരണം സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു ഓഫീസർക്ക് ഔദ്യോഗിക ചുമതലകളൊന്നുമില്ല. അപ്പോൾ എന്തിനായി പ്രതി അവിടെ ചെന്നു? അതിനൊന്നും ന്യായമായ കാരണങ്ങൾ ഡിഫൻസ് വക്കീൽ നിർത്തിയിട്ടില്ല. യുവർ ഓണർ, പട്ടണത്തിലെ മാന്യനും പത്രമുടമയുമായ കൃഷ്ണനെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങളെപ്പോലെയുള്ള ലോക വിവരമൊന്നും നമുക്കില്ല.
പക്ഷെ ഒന്നറിയാം, ഞാനും നിങ്ങളെ വിചാരിച്ച ഈ നാട് നന്നാവില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബേജാറാവുന്നത്? പണക്കാരുടെ അടുത്തുനിന്ന് സർക്കാർ നികുതി എന്നൊക്കെ പറഞ്ഞിട്ട് പണം പിരിക്കും. പക്ഷെ പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങളോട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടുന്ന് സ്ഥലം വിട്ടോളി. ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെയൊക്കെ തലയിൽ ചിലതൊക്കെ പടച്ചോ മരച്ചു വെച്ചിട്ടുണ്ട് ജമാലെ. അതുപോലെ നടക്കും. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലല്ലേ? രൂപം കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ശബ്ദം കൊണ്ടറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഫോണിൽ പലപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ തന്നെ. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. കള്ളം പുറത്ത്, പോലീസ് അകത്ത്. വിധി എന്നല്ലാണ്ട് എന്താ പറയാ. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. കളവിനേക്കാൾ വലിയ കുറ്റമാണ് കൊലപാതകം. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നിങ്ങളെക്കാൾ എളുപ്പം എനിക്കാണ്. നിങ്ങളൊരു പാവമാണ് മിസ്റ്റർ ശേഖർ. ഉദ്യോഗത്തിനോട് നീതി പുലർത്താൻ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. എന്തിന്, ആർക്ക് വേണ്ടി എന്നൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഉണ്ടോ? നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമേ അതറിയാവൂ. കോടതിക്ക് സാക്ഷിമൊഴികളെ വിശ്വസിക്കേണ്ടി വരുമ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടും. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്നത് നീതിപാലകരുടെ മാത്രം കുത്തകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേസിന്റെ വിധി പറയുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ വീണ്ടും ഒന്ന് കാണേണ്ടി വന്നു. ഇത്തവണ വന്നത് ഒരു ചെറിയ അഭ്യർത്ഥനയുമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കോടതി വരെ ഒന്ന് വരേണ്ടി വരും. കോടതി വരെ? എന്തിന്? അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും പറയാൻ. അമ്പലക്കാടൻ കൃഷ്ണനെ കൊന്നത് ഞങ്ങളാണെന്നോ? താൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ അയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടതുകൊണ്ടല്ലേ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ വന്നാൽ. മരിച്ച കൃഷ്ണനോട് എനിക്ക് സഹതാപമോ കടപ്പാടോ ഒന്നുമില്ല. ആരോ കൊന്നു, അയാൾ ചത്തു. പക്ഷേ നിങ്ങൾ കോടതിയിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കേസിന്റെ വിധിയും കാത്തിപ്പോൾ സബ് ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധി ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ ശേഖർ, അയാൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ കോടീശ്വരനാണ്. പ്രഗത്ഭനായ വക്കീലിനെ വയ്ക്കാം. ലക്ഷക്കണക്കിന് കാശ് മുടക്കി സാക്ഷികളെ വിലക്ക് വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ തൽക്കാലം എൻ്റെ കൂടെ ഒന്ന് വന്നേ പറ്റൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും.
അന്നേ ദിവസം സംഭവം നടന്നത് പൂർണ്ണമായും നിങ്ങൾ കണ്ടോ? കണ്ടു. എന്താണ് കണ്ടത്? ഒന്ന് വിശദീകരിക്കാം. ഞാനവിടെ ചെല്ലുമ്പോൾ അമ്പലക്കാടന്റെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ ചൊല്ലിയുള്ള തർക്കം നടക്കുകയായിരുന്നു. വയനാട് റേഞ്ചിൽ ചാരായ ലേലത്തിൽ കുംഭകോണം, മദ്യത്തിന്റെ മറവിൽ മയക്കുമരുന്നുകൾ ഒഴുകുന്നു, ലേലോദ്യോഗസ്ഥന്മാരെ അപ്പാടെ കയ്യിലെടുത്ത ഒരു അബ്കാരി കോൺട്രാക്ടറുടെ വികൃതികൾ. എന്താ സത്യമലയിൽ എഴുതിയിരിക്കുന്നേ? ഇതൊക്കെ അവിടെ നടന്നതല്ലേ? വയനാട് റേഞ്ച് കിട്ടാത്തതിന്റെ അസൂയല്ലേ എനിക്ക്? ആയിരിക്കാം. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഇപ്രാവശ്യം വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണമെന്ന്. നീ എന്നെ കയറ്റി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വേറൊരു വഴി കണ്ടു, അത്രേ ഉള്ളൂ. നീ വിഷമിക്കൊന്നും വേണ്ടടാ. പോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ. കോടതിയെ ശിക്ഷിച്ചോട്ടെന്നേ. കോടതിയിൽ പോകാനും നിന്നെ ശിക്ഷിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയും സമയവും എനിക്കില്ല. തീർന്നു തോന്നണേ. വാ പോവാ. ഇതാണ് സർ സംഭവിച്ചത്. ആ സമയത്ത് നിങ്ങൾ എന്തിനാ അവിടെ പോയി? കക്കാൻ. അല്ല എന്തിനാ? സത്യമാണ്. ഇവിടെ പലർക്കും ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പല വേഷങ്ങളിലും അവരെന്നെ കണ്ടിട്ടുണ്ട്. പത്രങ്ങളും പോലീസും പിടികിട്ടാപ്പുള്ളി എന്ന് വിശേഷിപ്പിച്ച ആ കള്ളൻ ഞാൻ തന്നെയാണ്. ഇനിയും എത്ര കാലം വേണമെങ്കിലും എനിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഈ കീഴടങ്ങൽ മനഃപൂർവ്വമാണ്. ഇല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടും. കാരണം അമ്പലക്കാടനെ കൊന്നത് ഇൻസ്പെക്ടർ ശേഖർ അല്ല എന്നറിയാവുന്ന ഒരേ ഒരു സാക്ഷി ഞാൻ മാത്രമാണ്. കള്ളനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ് സാറേ ഞാൻ. ഇൻസ്പെക്ടർ ശേഖരനെ രക്ഷിക്കാൻ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ അല്ല ഇതെന്ന് കോടതി എങ്ങനെ വിശ്വസിക്കും? നിയമം കുറേയൊക്കെ എനിക്കും അറിയാം സാർ. വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം ജീവിതമാണ് ഞാൻ അടിയറ വയ്ക്കുന്നത്. തെളിവായിട്ട് ഒരു കള്ളനെ പിടിക്കാൻ ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ ഇവിടെ വകുപ്പുണ്ട്. പക്ഷേ അവൻ എങ്ങനെ കള്ളനായി എന്നറിയാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? ആരും കള്ളനായി ജനിക്കാറില്ല സർ. സാഹചര്യങ്ങളാൽ കള്ളനാക്കപ്പെടുകയാണ്. ഞാനും അങ്ങനെ തന്നെ. സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവരെ ദൈവം പോലും ശിക്ഷിക്കുന്നില്ല എന്നുള്ള അറിവ്. നേരായ മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ചവർ പട്ടിണി കിടക്കുന്നത് കാണേണ്ടി വന്നപ്പോഴുണ്ടായ അമർഷം. അനാഥനായ എന്നെ കള്ളനാക്കിയ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വയറ് വിശക്കുന്നവന്റെ എച്ചിൽ പാത്രത്തിൽ ഞാൻ ഇതുവരെ കൈയിട്ട് വരട്ടില്ല. പരിശോധിച്ച് നോക്കാം. ഞാൻ നടത്തിയിട്ടുള്ള ഓരോ കളവും ന്യായമായിട്ടുള്ളതായിരുന്നു. മാന്യതയുടെ കുപ്പായമിട്ട് നടക്കുന്നവർ പലരും എന്നേക്കാൾ വലിയ കള്ളന്മാരാണ്. മദ്യത്തിൽ മായം ചേർക്കുന്നവർ, നിരോധിക്കപ്പെട്ട മരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്നവർ, കള്ളക്കണക്ക് മാത്രം ബോധിപ്പിച്ച് ഇൻകം ടാക്സിന് വെട്ടിക്കുന്നവർ, എല്ലാവരും ഓരോ അർത്ഥത്തിൽ കള്ളന്മാരാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്നെ ശിക്ഷിക്കാം. തുറന്ന മനസ്സോടെ എല്ലാ സത്യങ്ങളും ഞാൻ ബോധിപ്പിക്കാം. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ കയ്യിൽ ശേഖർ സാർ വിലങ്ങ് വെച്ചാൽ മതി. സാറിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ?